ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഈ വീക്കിലെ ട്രേഡിംഗ് റിസൾട്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഞാൻ ബേസ് ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തേക്കുന്ന ട്രേഡ്സ് ആണ്. അപ്പോൾ ആ ഒരു ട്രേഡ്സ് എങ്ങനെ പെർഫോം ചെയ്തു, ആ ഒരു ട്രേഡ്സിൻ്റെ എടുത്തതിൻ്റെ ലോജിക്കിലുപരി ആ ഒരു ട്രേഡ്സ് എങ്ങനെ വന്നു, അതിൻ്റെ ഒരു റീസൺസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫോളോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ട്രേഡ്സ് കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 20th ഏപ്രിൽ 20th ഞാൻ എന്ത് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇനി തൊട്ട് ഞാൻ എടുക്കുന്ന ട്രേഡ്സ് ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. 1 month സ്പാനിൽ താല്പര്യമുള്ള ആൾക്കാർക്കെല്ലാം ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 10 days കഴിയാറായിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വീക്കെൻഡ് കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏപ്രിൽ 30th ഫസ്റ്റ് എടുത്ത ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 30th ഓൾമോസ്റ്റ് ഒരു 4:33 ടൈമിലായ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു എൻട്രി എടുത്തു. ആ ഒരു എൻട്രി എടുത്തതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം പ്രീവിയസ് ഡേയിലായിരുന്നു ഈ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത്, റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഏരിയയിലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. 1:4 ആയിരുന്നു നമുക്ക് ടാർഗറ്റ്. പക്ഷേ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് ആ ഡേയിൽ തന്നെ ഒരു റേഞ്ച് നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാണാനായിട്ട് സാധിച്ചു. ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു പുഷ് അപ്പ് സൈഡിലോട്ട് കിട്ടി. നമ്മൾ ഈ ഒരു പോയിന്റിലായിരുന്നു, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1909. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിനെ നമുക്ക് ഈ ടൈമുമായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കാം. 19 നോക്കിക്കേ, 7:22 PM ആണ്. 7:22 PM നമ്മൾ 24 hour ഫോർമാറ്റിലോട്ട് മാറ്റുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓൾമോസ്റ്റ് 1912 ഈ ഒരു ടൈം നമുക്ക് കിട്ടുന്നത്. ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാസീവ് ആയിട്ടുള്ളൊരു 1 ഡയറക്ഷനിൽ മൂവ് അപ്പ് സൈഡിലോട്ട് കിട്ടിയായിരുന്നു. നമുക്ക് 1:4 ടാർഗറ്റ് ഈസിലി അവിടെ ഹിറ്റ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ഡേ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കി. നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ 2 ട്രേഡ്സ് എടുത്തിരുന്നു. ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് വന്നു. സെക്കൻഡ് ഡേ നമുക്ക് പ്രോഫിറ്റ്, സെക്കൻഡ് ട്രേഡ് നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് പ്രോഫിറ്റ് വന്നു. നമ്മൾ ടോട്ടൽ ഇപ്പോൾ 3% അക്കൗണ്ട് അപ്പാണ്. നമ്മൾ 3% അക്കൗണ്ട് കണക്കാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു പോൾ ഇട്ടായിരുന്നു. ഈ ഒരു പോളിൽ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആൾക്കാർ ഒരു ട്രേഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിങ്ങൾ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? അപ്പം ടോട്ടൽ 3 votes വന്നു. അതിൽ 2 വോട്ടും, ഒന്ന് എൻ്റെ വോട്ട് തന്നെയാണ്, പിന്നുള്ള വേറൊരാളുടെ വോട്ടും കൂടി ചേർത്തിട്ട് 1% ആണ് റിസ്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി എടുക്കുന്ന എൻട്രീസിൻ്റെ എല്ലാം കാൽക്കുലേഷൻ നമ്മൾ 1% ആയിരിക്കും. നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ നമ്മൾ ഹിറ്റ് ചെയ്യുന്നത്, നമുക്ക് ടാർഗറ്റ് വരുന്ന സമയത്ത് നമുക്ക് 4% ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ഒരു ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഫസ്റ്റ് ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, സെക്കൻഡ് ട്രേഡ് നമുക്ക് ടാർഗറ്റ് ഹിറ്റായി. അപ്പോൾ ടൈമിനെ നിങ്ങൾ കോറിലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ വന്നു. നെക്സ്റ്റ് ഡേ ഓൾമോസ്റ്റ് 8 o'clock ടൈമിലായിരുന്നു നമുക്ക് എൻട്രി വന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 8:07. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ചാർട്ടിൽ നമുക്ക് 8:07 ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. 8 എന്ന് പറയുമ്പോൾ 8:07 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12, 13, 14, 15, 20. അപ്പോൾ നമ്മൾ 20 ടൈം ഫ്രെയിം നമ്മൾ നോക്കിയാൽ മതിയായിരിക്കും. നമുക്ക് 20 എന്ന് പറയുന്ന ഏരിയ വരുന്ന ഏതൊരു ടൈം ഫ്രെയിമിലാണ്? ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് എൻട്രി എടുത്തത്. ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇതിനെ നമ്മൾ മൊത്തത്തിൽ നോക്കണം. നമ്മൾ ഈ ഒരു റേഞ്ചിന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അക്യുമുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോയി. പക്ഷേ ആ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ഈ ഒരു ഹൈ നമുക്ക് ഫെയിൽ ചെയ്ത് വന്നപ്പോൾ നമുക്ക് നമ്മുടെ എൻട്രീസ് ക്രിയേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഫെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്കൊരു ഫെയിൽ ചെയ്ത ഒരു ഏരിയ ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ ഓൾമോസ്റ്റ് 28:06 സമയത്താണ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തത്. ആ 28:06 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയമാണ്? 8:07 ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എൻട്രി എടുത്തു. 1:2 ഈസിലി ഡണ്ണായി. അതിന് തൊട്ട് താഴെ കൂടെ തന്നെ 1:4 നമുക്ക് ഡണ്ണായി. അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര പെർസെൻറ്റേജ് അപ്പായി? നമ്മൾ ഓൾമോസ്റ്റ് 7% അപ്പായി. നമുക്ക് പ്രീവിയസ്ലി നമ്മൾ 3% അപ്പായിരുന്നു. ഒരു 4% കൂടി നമ്മൾ ആഡായി. അങ്ങനെ നമ്മൾ 7% അപ്പായി. അപ്പോൾ നെക്സ്റ്റ് എൻട്രി നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ടൈമിലായിരുന്നു നമുക്ക് നെക്സ്റ്റ് എൻട്രി വന്നത്?
നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് എൻട്രി വന്നത് ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയയിൽ ഞാനൊരു അപ്സൈഡ് എൻട്രി ആയിരുന്നു പ്രതീക്ഷിച്ചത്. അപ്സൈഡിലോട്ടുള്ള ഒരു മൂവ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു ഫോൾ തന്നതിന് ശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മളൊരു അപ്സൈഡ് എൻട്രി നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്ലേസ് ചെയ്തു. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ 1:4 ആണ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ചിൻ്റെ, ഞാൻ വരച്ച റേഞ്ചിന് താഴെ തന്നെ വെച്ചു. അപ്സൈഡിലോട്ട് നമ്മളൊരു എൻട്രി എടുത്തു. നമുക്ക് അന്നത്തെ ഡേ എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അന്നത്തെ ഡേയിൽ തന്നെ ഞാനൊരു ന്യൂസ് അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻട്രി എടുത്തു കഴിഞ്ഞ് കുറച്ച് എൻട്രി ട്രിഗർ ആവാൻ കുറച്ച് സമയം എടുത്തു. കാരണം ഡൗൺ സൈഡിലോട്ട് വന്ന് എൻട്രി നമുക്ക് ട്രിഗറായി കിട്ടാൻ നമുക്ക് കുറച്ച് സമയം എടുത്തു. നമുക്ക് എൻട്രി ട്രിഗർ ആവാൻ വന്നത് ഓൾമോസ്റ്റ് 1948 എന്ന് പറയുന്ന സമയത്താണ്. അപ്പോൾ എൻട്രി ട്രിഗർ ആവുന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ട്രിഗർ ആവുന്ന ടൈമിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ മാർക്കറ്റിലൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് എന്താണ്? ആ ഒരു ടൈമിൽ നമ്മുടെ എക്സിൽ ചില ന്യൂസിലും കാര്യങ്ങളിലും ഒക്കെ ഇറാനിസ് വാർ, അപ്പോൾ ആ വാറിന് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നു. അപ്പം നമ്മൾ അഗ്രസീവ് ആവണ്ടെന്ന് പറഞ്ഞായിരുന്നു. എങ്കിലും നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അന്നത്തെ ഡേ നിങ്ങൾക്കൊരു SL ഹിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് 7% ആയിരുന്നു നമ്മൾ അപ്പായി നിന്ന്, നമ്മളങ്ങനെ 6% ഡൗൺ സൈഡിലോട്ട് വന്ന് നമ്മൾ അപ്പായി നിൽക്കുവാണ്. അതേപോലെ തന്നെ മെയ് 5 നമുക്ക് എൻട്രീസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയ് 5 നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാമായിരുന്നു. ആ ഒരു എൻട്രിയുടെ ബേസിസ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു എൻട്രീസ് എങ്ങനെ എടുക്കാം എന്നുള്ള റീസൺസ് കാര്യങ്ങളും എല്ലാം തന്നെ എന്ത് ചെയ്തു, നമ്മുടെ പ്രീവിയസ്ലി ഇട്ട 2-3 വീഡിയോസിന് മുന്നിൽ ഞാനൊരു സ്ട്രാറ്റജി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ഫോർവേഡ് ടെസ്റ്റ് ഡേറ്റ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത രീതിയിലായിരുന്നു നമുക്ക് എൻട്രി വന്നത്. ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, മാസീവായിട്ട് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സ്ട്രാറ്റജിയുടെ ഒരു ബ്യൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലോട്ടാണ് പോയത് എന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മെയിൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി നമ്മൾ ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. അതേപോലെ തന്നെ മെയ് 4 നമ്മൾ ഡിസ്കസ് ചെയ്തു. മെയ് 5 നമുക്ക് ഒരു ട്രേഡും വന്നിട്ടില്ല. മെയ് 6 നമ്മളൊരു എൻട്രി കൊടുത്തായിരുന്നു. നമ്മുടെ ഒരു ഷോർട്ട് സൈഡ് എൻട്രി ആയിരുന്നു, നമ്മുടെ ഡയറക്ഷൻ ഡൗൺ സൈഡിലോട്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, നമ്മുടെ എൻട്രി മാർക്കറ്റ് ട്രിഗർ ആയിട്ടില്ല. നമ്മുടെ എൻട്രി മാർക്കറ്റ് പിന്നെ ട്രിഗർ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആണ്. നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ മെസ്സേജ് ഇട്ടു, ഇനി മാർക്കറ്റ് ഓൾമോസ്റ്റ് 11 o'clock നൈറ്റ് ആയപ്പോഴത്തേനും മാർക്കറ്റ് ഇനി നമ്മുടെ എൻട്രിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി എൻട്രി എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഓപ്പൺ ടൈമിലോട്ടായിരിക്കും. ആ ഒരു ഓപ്പണിൻ്റെ ഒരു 1 hour 2 hour ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മുടെ എൻട്രി ട്രിഗർ ആവുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുത്താൽ മതി. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 7 o'clock 8, 9 up to 11 നമ്മൾ നോക്കി, നമുക്ക് എൻട്രിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോഴും നമ്മൾ എന്താണ്, നമ്മൾ 7% അപ്പാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ മെയ് 7 നമ്മൾ ഡൗൺ സൈഡിലോട്ട് എൻട്രി എടുത്തു. നമുക്ക് മാസീവായിട്ട് 1:4 ടാർഗറ്റ് നമുക്ക് ഹിറ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഒപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 11%, ഈ ഒരു എൻട്രി കൂടി ഞാൻ ചാർട്ടിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതായിരുന്നു ആ ഒരു എൻട്രി. ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ഷോർട്ട് എൻട്രിയിലോട്ട് നമ്മൾ പോയി. നമുക്ക് ഓൾമോസ്റ്റ് 1:4 ടാർഗറ്റ് നമുക്ക് അവിടെ ഹിറ്റ് ചെയ്ത് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മൾ ടോട്ടൽ 11% അപ്പായി. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഡേ നമുക്ക് ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വീക്കിൽ 30th ഏപ്രിൽ തൊട്ട് മെയ് 9th വരെ നമ്മൾ നോക്കുന്ന ടൈമിൽ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 11% അപ്പായിട്ടാണ് നിൽക്കുന്നത്. എനിക്കിത് കണ്ടിന്യൂ ചെയ്യുന്നത് മെയ് 30 വരെയായിരിക്കും ഞാൻ ഈ ഒരു എൻട്രീസ് ഈ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീക്കിലെ പെർഫോമൻസ് വെച്ച് ഒരിക്കലും നിങ്ങൾ നെക്സ്റ്റ് വീക്കും ഇതേപോലൊരു നല്ല വീക്കാവും, അല്ലെങ്കിൽ 1% പെർ ട്രേഡ്, അല്ലെങ്കിൽ പെർ ട്രേഡ് നിങ്ങൾ റിസ്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലത്തുള്ള പ്രോഫിറ്റ് ഇനിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അമിത വിശ്വാസത്തോടെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഗ്രൂപ്പിലോ ഈ ടെലിഗ്രാമിലോ ഒന്നും ജോയിൻ ചെയ്യരുത്. ഇവിടെ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിൽ വരുന്ന എൻട്രീസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡേയിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമുക്കിവിടെ ഈ ഒരു മെയ് 4 നമുക്കൊരു മെയ് 5 നമുക്കിവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊരിക്കലും ഈ ഒരു ഗ്രൂപ്പിലോട്ടത് ഷെയർ ചെയ്യാനായിട്ട് നോക്കിയിട്ടില്ല. കാരണം ആ ഒരു സ്ട്രാറ്റജിയുടെ ആക്യുറസി ചിലപ്പോൾ ഒരു 30 to 40% ആയിരിക്കാം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിയുടെ ആക്യുറസി ചിലപ്പോൾ ഒരു 40 to 50 റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ
ഈ 30% ആക്യുറസി ഉള്ള ഒരു സ്ട്രാറ്റജിയും 40% ആക്യുറസി ഉള്ള സ്ട്രാറ്റജിയും കൂടി കൂട്ടിക്കുഴയ്ക്കുന്ന സമയത്ത് നമുക്കവിടെ കുറേ ഇംബാലൻസുകളും കാര്യങ്ങളും വരും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു 30 days ആയിട്ട് ചെയ്യുന്ന ഒരു ചലഞ്ച് ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ആക്യുറസിയും ബാധിക്കും. നമ്മളിടുന്ന ട്രേഡ്സ് ചിലപ്പം ഇതേപോലെ നല്ല ട്രേഡ്സ് ആയിരിക്കാം, പക്ഷേ അതങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് എൻ്റെ ഒരു മെത്തേഡ് മാത്രം യൂസ് ചെയ്തെടുക്കുന്ന എൻട്രീസും കാര്യങ്ങളും മാത്രം എന്ത് ചെയ്തത് ആ ഒരു ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.